നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കിൽ പുറത്തിരുന്ന ലിസാൻഡ്രോ മാർട്ടിനസ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി റെഡ് കാർഡ് വാങ്ങി. അത് തെറ്റായ തീരുമാനമാണ് റഫറിയുടെ ഭാഗത്ത് നിന്ന് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. മൈക്കൽ കാരിക്ക് ശക്തമായ ഭാഷയിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി. ബ്രൂണോ ഫെർണാണ്ടസും പറഞ്ഞു, പലർക്കും പല നിയമമാണ്. 2-1 ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരിക്കുന്നത്. യുണൈറ്റഡിന് വേണ്ടി കാസിമിറോ ഗോളടിച്ചു. ലീഡ്സിൻ്റെ ഗോളുകൾ ഒക്കാഫോറാണ് നേടിയത്. കളിയുടെ 56-ാമത്തെ മിനിറ്റിലാണ് ലിച്ചയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. എതിരാളി കാൽവെർട്ട് ലെവിനെ ഫൗൾ ചെയ്തു. അയാളുടെ മുടി പിടിച്ചു വലിച്ചു എന്നുള്ളതാണ് വാറൊക്കെ ചെക്ക് ചെയ്തിട്ട് റഫറി കണ്ടെത്തിയത്. വയലൻ്റ് കണ്ടക്റ്റിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും കളിയിൽ 5-ാമത്തെ മിനിറ്റിൽ തന്നെ ഒക്കാഫോറിലൂടെ ലീഡെടുത്തിരുന്നു. 29-ാമത്തെ മിനിറ്റിൽ ലീഡ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലിസാൻഡ്രോ മാർട്ടിനസിന് റെഡ് കാർഡ് കിട്ടുന്ന 56-ാമത്തെ മിനിറ്റിലാണ്. അതിനു മുമ്പ് അദ്ദേഹം മനോഹരമായ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. 69-ാമത്തെ മിനിറ്റിൽ കാസിമിറോ ഒരു ഗോളും മടക്കി. യുണൈറ്റഡ് ഇപ്പോൾ 32 കളികളിൽ നിന്ന് 55 പോയിൻറ്റോടെ പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെഡ് കാർഡ് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കളിക്ക് ശേഷം കോച്ച് മൈക്കൽ കാരിക്ക് ശക്തമായ ഭാഷയിൽ റഫറിക്കെതിരെ രംഗത്തേക്ക് വന്നു. ഇറ്റ്സ് ഷോക്കിംഗ് ടു സെൻഡ് ഓഫ് ലിച്ച. ഷോക്കിംഗ്, ഞെട്ടലുളവാക്കുന്ന തീരുമാനമാണ് റഫറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഞാൻ എക്കാലത്തും കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാണിത് എന്നാണ് റഫറിയുടെ തീരുമാനത്തിനെതിരെ കാരിക്ക് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നു, ഇപ്പോൾ തുടർച്ചയായി 2 മത്സരങ്ങളിലാണ് ഞങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുകൂടി കാരിക്ക് പറയുന്നത്. അതേസമയം ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞത്, ഞാൻ റഫറിയെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ സംസാരിച്ചാൽ ഞാനൊരു ബിഗ് ട്രബിളിലായി പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പലർക്കും നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ടീമിന് ഒരു നിയമം, മറ്റൊരു ടീമിന് മറ്റൊരു നിയമം. ഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. യെല്ലോ കാർഡ്സിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. എനിക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ ഡോണ്ട് സേ എനിത്തിങ്. ഞാനൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം എന്നുകൂടി ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു. ചുരുക്കത്തിൽ വലിയ രൂപത്തിൽ എതിർപ്പുണ്ട് റഫറിങ്ങിനെതിരെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.